സിനിമയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു ചിത്രമായിട്ട് പോലും ഈ സിനിമ കാണാൻ 6-7 ആളുകൾ, കാരണം സിനിമ വേണോ വേണ്ടയോ എന്ന് പോലും തിയേറ്ററിൽ തീരുമാനിച്ചിട്ടില്ല. കാരണം അവസാന നിമിഷം ഒരു 6 പേര് വന്ന് ടിക്കറ്റ് എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ ഷോ എനിക്ക് കാണാൻ പറ്റിയത്. ഞാനും സത്യം പറഞ്ഞാൽ ഇതിലൊരു ഭാഗമാണ്. കാരണം ഞാനിത് ആദ്യമേ പോയി കാണേണ്ടായിരുന്നു. ഇങ്ങനൊരു സിനിമ ഇത്രയും ലോ ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു ത്രില്ലർ സിനിമ വന്നിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ഒന്ന് താന്നു നിന്നതിനെ പറ്റും. കാരണം ഇതേപോലത്തെ സിനിമ നമ്മൾ വിജയിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോയി കാണൂലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ നല്ല സിനിമയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കാണാനുള്ള മനസ്സ് തരുന്നത്. കാരണം ഒരു റിവ്യൂസ് അംഗീകരിക്കില്ല ഇതേപോലത്തെ ഒരു നടൻ്റെ പടം ഇത്രയും നല്ല പടമാണെങ്കിൽ പോലും ആരും അംഗീകരിക്കില്ല. ഇതിൽ ക്ലൈമാക്സിലൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും, പുള്ളിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ എന്നാൽ പോലും പടം എടുത്തു വെച്ചിരിക്കുന്ന പടത്തിൻ്റെ മേക്കിംഗ് എന്നൊരു കുറ്റവും പറയാൻ പറ്റില്ല. കാരണം ഒരു പുതിയ സംവിധായകനാണ്. അപ്പോൾ എന്ത് കുറ്റം പറയാൻ പറ്റും? നമുക്ക് അത്ര വലിയ കഴിവുള്ള ആൾക്കാരൊന്നുമില്ല നമ്മളാരും. അപ്പോൾ ഇതുപോലുള്ളൊരു ചിത്രം മലയാളത്തിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു അധപ്പതനമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആളില്ല തിയേറ്ററിൽ. ഇപ്പോൾ ഒന്നാമത് എല്ലാ സിനിമകളും കണ്ടു കഴിഞ്ഞു ആൾക്കാർ. കുറേ ദിവസമായി സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ നല്ല സിനിമകൾ കുറവാണ്. അപ്പോൾ ഇതേ ഉള്ളൂ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കണ്ടത്. പക്ഷേ എനിക്ക് ഇത്രയും നല്ല സിനിമയാണെന്ന് ഒരു അറിയില്ലായിരുന്നു. എന്നാലും സിനിമ അത്രയ്ക്കും എനിക്ക് നല്ല സിനിമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. വലിയ ഒരു മികച്ച സിനിമ, അത്ര വലിയ ഒരു ത്രില്ലർ സിനിമ, സീറ്റഡ് ത്രില്ലർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ കാണേണ്ട സിനിമയാണ്, മലയാളികൾ വിജയിപ്പിക്കേണ്ട സിനിമയാണ്. അല്ലെങ്കിൽ എന്തിന് പിന്നെ മലയാള സിനിമയൊക്കെ തമിഴിലൊക്കെ ഇതേപോലത്തെ സിനിമ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ സൂപ്പർ ഹിറ്റാണ്. അതിൽ സൂപ്പർ ഹിറ്റ് കുറഞ്ഞ് ഒന്നും കിട്ടാനില്ല. സൂപ്പർ ഹിറ്റ് വേണ്ട ഒരു 10 കോടി കിട്ടിയാൽ പോലും ഈ സിനിമയ്ക്ക് ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകും. കാരണം ഇത് 1-1.5 കോടി രൂപയായിരിക്കും ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഒരു 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ബസ്റ്ററാണ്. കാരണം അത്രയെങ്കിലും നേടേണ്ട ഒരു സിനിമയാണ്. അല്ലാതെ ഭയങ്കര സൂപ്പർ ഹിറ്റ് അടിക്കേണ്ട ഒരു സിനിമയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 10 കോടിയെങ്കിലും മിനിമം ഇന്നത്തെ കാലത്ത് ഇതിനേക്കാളും ഒക്കെ ചീള പടങ്ങൾ വന്നിട്ട് 10-15 കോടി രൂപ നേടിക്കൊണ്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഒരു സിനിമയ്ക്ക് ഉറപ്പായിട്ട് 10 കോടി രൂപ അർഹിക്കുന്നുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിൽ ശരിയല്ല, ഇതൊക്കെ നമ്മൾ കാണണം. മലയാള സിനിമകൾ സംവിധായകനും പുതിയ സംവിധായകനാണെങ്കിലും പുള്ളിയുടെ ചില പോരായ്മകൾ, ആദ്യത്തെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചെറിയ പോരായ്മകൾ വരും. ചെറിയ പോരായ്മ വെച്ചാൽ വലിയ മികച്ച സംവിധായകപര സിനിമകളിൽ നല്ല പോരായ്മകളുണ്ട്. അപ്പോൾ ഇതുപോലൊരു സംവിധായകൻ്റെ മേലിൽ ചെറിയൊരു ആദ്യത്തെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ചിലപ്പോൾ ചെറിയ പോരായ്മകൾ കാണും. പക്ഷേ അത് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ പടം നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ചില സമയത്ത് ഒരു ചെറിയ ഡൗൺ പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ പടം അവസാനം എത്തുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു സിനിമ തിയേറ്ററിൽ നല്ല സന്തോഷമായിട്ടൊരു സിനിമ, ഒരു ത്രില്ലർ സിനിമ കണ്ടു എന്നുള്ളൊരു മനതൃപ്തിയോടുകൂടി നമുക്ക് കണ്ടിറങ്ങാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ നിരാകരിക്കരുത്. ഇപ്പോൾ ഞാൻ ഏരീസ് ബസ്സിൽ പോയത് ചെറിയ തിയേറ്ററാണെങ്കിലും ഫ്രണ്ടിലോട്ട് പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. പക്ഷേ അത് ചെറിയ തിയേറ്ററിലാവേണ്ട അവസ്ഥ വന്നത് ആരും കാണാൻ പോകാത്തത് കൊണ്ടാണ്. ഇതുപോലത്തെ സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവസാന നിമിഷം ഒരു 10 പേര് വന്ന് ഈ സിനിമ കണ്ടു. അതുകൊണ്ടാണ് എനിക്ക് പോലും ഈ സിനിമ കാണാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ നല്ലൊരു സിനിമ നമുക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം അവർക്കും ഒരു നേട്ടമാകും. കാരണം ഞാൻ ഇതൊരിക്കലും പണം വാങ്ങി പറയുന്നതല്ല. പക്ഷേ ഇങ്ങനൊരു പടം നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല വലിയ മികച്ച പടമാണെന്നൊന്നും, ഇത് കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത്. എനിക്കൊരു 10-ൽ 7 മാർക്ക് കൊടുക്കാനുള്ള എല്ലാ ക്വാളിറ്റി ഉള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയ്ക്ക് എത്ര മാർക്കാണ്, നിങ്ങൾ കണ്ട ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എത്ര മാർക്കാണെന്നൊന്ന് നിങ്ങൾക്ക് കമൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റിയില്ല ഞാൻ ഇനി കാണും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കാരണം ഈ കമൻറ്റ് ബോക്സ് വായിച്ചിട്ട് തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അത് വലിയൊരു കാര്യമായിരിക്കും. അത് ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കാണാം.